സിഎയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എവിടെ വെച്ച് അറ്റൻഡ് ചെയ്യാം, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ചെയ്യാവോ, അങ്ങനെ ഒരു ഡൗട്ട് വരും. ഇതൊരു ഫൺ പ്രോഗ്രാം ആണ്. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറയും, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറയും, അങ്ങനെയൊക്കെ. എനിക്ക് പറഞ്ഞ ഒരു ബിഗ് ബോസിൽ പോയ ഒരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക്. ചുമ്മാ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഒന്നിനെ ആലോചിച്ചു. അപ്പൊ ഞാൻ വെച്ചാൽ കൊള്ളാലോ. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് കോൺഫിഡന്റ് ആക്കി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഓറിയന്റേഷൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി എനിക്ക് പനിയായിരുന്നു, ഇപ്പോൾ ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും CA റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ CAയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്, ഓറിയന്റേഷൻ പ്രോഗ്രാം നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എവിടെ വെച്ച് അറ്റൻഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീസ് സ്ട്രക്ചർ എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓൾറെഡി ഓറിയന്റേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പം ഓറിയന്റേഷൻ കഴിയാത്ത കുട്ടികൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ബാക്കിയുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ലാസ്റ്റ് വരെ ഫുൾ ആയിട്ട് കാണാം. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ CA സ്റ്റുഡൻസിനെ ഒന്ന് എന്താ പറയണ്ടേ, ഒന്ന് ഗ്രൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഓരോരോ പോയിന്റ്സ് ആയിട്ട്. അപ്പം ഇതാണ് ഓറിയന്റേഷന്റെ ഒരു സിമ്പിൾ രീതിയിൽ പറയുകയാണെങ്കിൽ ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ ഇതാണ്. അതായത് നമ്മളൊന്ന് ഗ്രൂം ചെയ്ത് സെറ്റ് ചെയ്യുന്നൊരു ഈ ഒരു പ്രൊഫഷനിലോട്ട് നമ്മളെ ഒന്ന് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി ഓറിയന്റേഷൻ കമ്പൽസറി ആണോ അല്ലയോ നോക്കാം. ഓറിയന്റേഷൻ എന്ന് പറയുന്ന സംഭവം കമ്പൽസറി ആണ്. അതായത് CAക്ക് രജിസ്റ്റർ ചെയ്യുന്ന, CA പഠിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഓറിയന്റേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓറിയന്റേഷൻ കമ്പൽസറി ആണ്, നിങ്ങൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഓറിയന്റേഷൻ നമുക്ക് എപ്പോൾ ചെയ്യാന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഓറിയന്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ചെയ്യാവോ, അങ്ങനെ ഒരു ഡൗട്ട് വരും. അതായത് നമ്മൾ CA ഫൗണ്ടേഷന്റെ എക്സാം കഴിഞ്ഞ് ഇന്ററിന് വേണ്ടിയിട്ട്, ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴ്സിന് രജിസ്റ്റർ ചെയ്യുമല്ലോ. കോഴ്സിന് രജിസ്റ്റർ ചെയ്തേക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഓറിയന്റേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവത്തുള്ളൂ. സോ നമ്മൾ ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പറായിട്ട് നമ്മൾ CAയുടെ ഒരു കോഴ്സിലോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓറിയന്റേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് എക്സാം പാസ് ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ഇന്റർമീഡിയറ്റിന്റെ എക്സാം പാസ് ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മീൻസ് എപ്പോഴാണ് ഓറിയന്റേഷൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. പക്ഷേ എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. അതായത് നിങ്ങൾ ഇന്റർമീഡിയറ്റിന്റെ എക്സാം എഴുതുമല്ലോ, അതിപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ 2 ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു 1.5 മാസം കാണുമല്ലോ, ആ ഒരു ടൈം പീരീഡിൽ വേണം നിങ്ങൾ ഓറിയന്റേഷൻ ചെയ്യാനായിട്ട്. അതാണ് പെർഫെക്റ്റ് ഉള്ള ടൈം. കാരണം നിങ്ങൾക്ക് അപ്പോൾ ഒന്നും പഠിക്കാനില്ല, വേറെ ഒരു ടെൻഷൻ നിങ്ങൾക്കില്ല, സുഖമായിട്ട് പോയി ചെയ്തിട്ട് വരാം. അതല്ല ചിലർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഗ്രൂപ്പും പാസ്സായതിനു ശേഷം ഓറിയന്റേഷൻ ചെയ്യാൻ വെക്കും. നിങ്ങൾക്ക് അപ്പം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രൂപ്പും പാസ്സായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്രയും പെട്ടെന്ന് ആർട്ടിക്കിൾഷിപ്പിന് കയറാനായിരിക്കും നമ്മൾ നോക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് നല്ലൊരു ഫോം കിട്ടാൻ വേണ്ടിയായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ 1 മാസം ഇതിനു വേണ്ടി എടുക്കാൻ നമ്മുടെ കാണത്തില്ല, നമുക്ക് ആ സമയത്ത് തോന്നത്തില്ല. ഇനി എടുത്താലും ഫുള്ള് ടെൻഷൻ ആയിരിക്കും, എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വേണമല്ലോ ഇനി ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമല്ല ഈ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് ഞാൻ ആ ഒരു സമയം റെക്കമെൻഡ് ചെയ്തത്. കാരണം ഓറിയന്റേഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. ഓറിയന്റേഷൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ITT എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. 2 പ്രോഗ്രാംസ് ആണ് നമ്മൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടത്. സോ അപ്പം ഓറിയന്റേഷനും ITTയും അടുപ്പിച്ചങ്ങ് ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഓറിയന്റേഷന് 15 ഡേയ്സ്, ITTക്ക് 15 ഡേയ്സ്, അങ്ങനെ മൊത്തത്തിൽ 30 ഡേയ്സ്, അതായത് 1 മാസ സമയം അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ കറക്റ്റ് ആണ് നമ്മുടെ എക്സാമിന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം അതിന് കറക്റ്റ് ആണ്. ഞാൻ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളുടെ പോകാൻ നേരത്തും ആ ഒരു ടൈം പീരീഡിൽ മാക്സിമം പോകാൻ നോക്കാം കേട്ടോ. അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ICAയുടെ ഓറിയന്റേഷൻ ചെയ്യേണ്ടത്. അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും ICAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പൊ കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ആലപ്പുഴ, കൊച്ചി, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ ICAയുടെ ബ്രാഞ്ചിലാണ് നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ചെയ്യേണ്ടത്. നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ബ്രാഞ്ചിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഈ ഒരു ഓറിയന്റേഷൻ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും. ചില സമയത്ത് നമ്മളിപ്പം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ
ഉണ്ട്. നമുക്ക് ആ സമയത്ത് ചെയ്യണമെങ്കിൽ മാത്രം അപ്പം ചെയ്യേണ്ട, പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ചെയ്താൽ മതി, സീറ്റ് വരുമ്പോൾ ചെയ്താൽ മതി നിൽക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്വന്തം സ്ഥലത്ത് വരുമ്പോൾ ചെയ്യാം. ഇനി ഇപ്പം തന്നെ ചെയ്യണം, വേറെ പിന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല നമുക്ക് തോന്നുന്നവർ വേറെ ഡിസ്ട്രിക്റ്റിലും പോയി ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഓറിയന്റേഷന്റെ ബാക്കി ഫീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഓറിയന്റേഷൻ പറഞ്ഞ പ്രോഗ്രാം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറയാം. ഓക്കെ, ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 days പ്രോഗ്രാം ആണ് നമ്മളെ CA സ്റ്റുഡൻസിനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് 2 പേഴ്സ്പെക്റ്റീവിൽ കാണാം. ഒരു പേഴ്സ്പെക്റ്റീവ് കണ്ടുകഴിഞ്ഞാൽ ഫുൾ നമുക്ക് അക്കാഡമിക് പേഴ്സ്പെക്റ്റീവിൽ മാത്രം കാണാം. അതായത് നമ്മളെ ഒന്ന് എന്താ പറയണ്ടേ, നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ കൂട്ടി നമ്മളെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മളിൽ ബൂസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്ക് കാണാം. കാരണം എന്ന് വെച്ചാൽ ആ 15 days കൊണ്ട് നമ്മളെ കൊണ്ട് ആ ഒരു സ്ഥലത്ത് വെച്ച് ഒരുപാട് സ്പീച്ച് പറയിപ്പിക്കും, ഒരുപാട് പ്രസന്റേഷൻ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഒരുപാട് പെട്ടെന്ന് ഇപ്പോൾ റാൻഡം ടോപ്പിക്സിലൊക്കെ പെട്ടെന്ന് പോയി സംസാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. നമുക്ക് ഈ പറഞ്ഞ ഈ നാണം ഒക്കെ കാണത്തില്ലേ, അതായത് ഒരു പബ്ലിക്കിന് മുമ്പിൽ ഫേസ് ചെയ്യാൻ നമുക്ക് ഒരു നാണം കാണത്തില്ലേ, അപ്പോൾ അതൊക്കെ മാറി നമ്മളൊന്ന് ഒരു എന്താ പറയണ്ട ആ 15 days കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും നമ്മളൊരു നമ്മളെന്നൊരു ഇൻഡിവിജ്വലി കുറച്ചും കൂടെ ഒന്ന് ഒരു ഹൈ ലെവലിലോട്ട് എത്തും. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് നമുക്കിതിനെ കാണാം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ കണ്ടു കഴിഞ്ഞാൽ, ഈ രണ്ടാമത് പറയാൻ പോകുന്ന പേഴ്സ്പെക്റ്റീവിൽ കാണാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ആ പേഴ്സ്പെക്റ്റീവിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഫൺ പ്രോഗ്രാമാണ്. അതായത് നമ്മൾ CA സ്റ്റുഡൻസിന് പൊതുവേ നമുക്ക് കോളേജ് ലൈഫ് ഇല്ല. അതായത് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ കോളേജ് ലൈഫ് ഉണ്ട്, അല്ലാത്തവരാണെങ്കിൽ കോളേജ് ലൈഫ് ഇല്ല. നമുക്ക് മിക്കപ്പോഴും നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് പബ്ലിക്കുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു ലൈഫോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉള്ളൊരു ചാൻസ് ഇല്ല, കിട്ടാനുള്ളൊരു ചാൻസ് നമുക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓറിയന്റേഷൻ കൊണ്ടൊരു ഉപയോഗം വരുന്നത്, ഓറിയന്റേഷൻ്റെ 15 days കൊണ്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടും, നമുക്കൊരു എന്താ പറയുക ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കുറേ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റും, എപ്പോഴോ മറന്നുപോയ കുറേ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റും. അപ്പം അതൊക്കെ പറ്റുന്നൊരു പോയിന്റാണ്. കാരണം ആ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിനകത്ത് ഒരുപാട് ഗെയിംസ് കാണും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഗെയിംസ് കാണും, ഒരുപാട് സ്കിറ്റുകളൊക്കെ ചെയ്യാൻ പറയും അവർ. പിന്നെ അതുപോലെ ഒരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കാണും. അപ്പം നമ്മൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞ ഒരു ഫൺ പ്രോഗ്രാമാണ്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഇന്ന കാര്യം പഠിപ്പിക്കുകയൊന്നുമല്ല. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാ രീതിയിലും നിങ്ങളെ ഒന്ന് ഫ്രീ ആക്കി, അതായത് നിങ്ങളെ ഒരു എന്താ പറയണ്ടേ അക്കാഡമിക്കലി അങ്ങനെയുള്ള ലൈഫിൽ നിന്ന് നിങ്ങളെ ഒന്ന് കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് ഫ്രീ ആക്കി നിർത്തുന്ന ഒരു പ്രോസസ്സാണ് ഓറിയന്റേഷൻ. അതിൻ്റെ കൂടെ പ്ലസ് നമുക്ക് ഓരോ ദിവസവും ഓരോ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ വരും. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസുകൾ അവർ പറയും, ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് തരും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ഗെയിംസ് ഒക്കെ കളിപ്പിച്ച് നമ്മളെ എന്താ പറയണ്ടേ ഒരു പ്രത്യേക ഒരു ഇൻഡിവിജ്വൽ ആക്കി അവർ മാറ്റിയെടുക്കും. അപ്പം നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഒരുപാട് ആ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓറിയന്റേഷൻ എന്നുള്ളൊരു ചെറിയൊരു ഔട്ട്ലുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഞാൻ പറയാം, അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇതിൻ്റെ ഫീസ്, അതായത് ഇപ്പോഴത്തെ നിലവിൽ 7,000 rupees ആണ് ഓറിയന്റേഷൻ്റെ ഫീസ്. 15 daysലോട്ടുള്ള ഫീസ് വരുന്നത്. ITTക്ക് വേറെയാണ്, ഓറിയന്റേഷന് മാത്രമായിട്ട് 7,000 rupees ആണ്. ഈ 7,000 rupeesൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം, അതായത് ഫുൾ ട്രെയിനിങ് മൊത്തം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് ICI തന്നെയാണ് തരുന്നത്. അപ്പം ആ ഫുഡിൻ്റെ എമൗണ്ടും കൂടിയാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മെറ്റീരിയൽ വരും, ഓറിയന്റേഷൻ എന്ന് പറയുന്ന മെറ്റീരിയൽ വരും, ഒരു ബുക്ക് വരും. ആ ബുക്ക് നമ്മൾ പഠിക്കുകയൊന്നും ചെയ്യണം, കാരണം അതിൻ്റെ ഒരു എക്സാമോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ബുക്ക് നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം, ഓറിയന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് റെഫർ ചെയ്യാം. അല്ലാതെ അത് നിർബന്ധമായിട്ട് അത് പഠിച്ചേ പറ്റത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഈ ഒരു 7,000 rupees വരുന്നത്. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. വേറെ നമുക്ക് ഈ ചിക്കൻ ഉണ്ട്, വെജിറ്റേറിയൻ ഫുഡുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫിഷ് ഉണ്ട്, പിന്നെ ബിരിയാണി, അങ്ങനെ എല്ലാ ഫുഡുകളും ഉച്ചയ്ക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു 7,000 rupees ഫീസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡ്രസ് കോഡാണ്. ഈ ഓറിയന്റേഷൻ്റെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോർമൽസ് ആണ്. ചില സ്ഥലങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയും നിങ്ങൾ ഫോർമൽസ് തന്നെ ഇടണം. അതായത് ഈ പറഞ്ഞ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഈ ഒരു ഫോർമൽ പാൻസ്, ഫോർമൽ ഷർട്ട്, ബെൽറ്റ് അങ്ങനെയൊക്കെ രീതിയിൽ ഇൻ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ വരണമെന്ന് ചില സ്ഥലങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. അല്ലാതുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സ് ഇതേപോലെ ഒരു ഫോർമൽസ് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പം ഷർട്ട് ഉണ്ടെങ്കിൽ ഷർട്ട് ഇൻ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് കുർത്താസ് ആയിരിക്കണം, അതായത് ലോങ് ടോപ്സ് ആയിരിക്കണം,
ഷോർട്ട് ആയിട്ടുള്ള ടോപ്പുകളും കാര്യങ്ങളും ഒന്നും ഇടാൻ അവർ സമ്മതിക്കത്തില്ല. ടീഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ആ ഒരു എന്താ പറയണ്ടേ പ്രൊഫഷണൽ ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു കുർത്താസ് അങ്ങനെ വല്ല ഇട്ട് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് രീതിയിലായിട്ട് അവർ വെക്കുന്നത്. അല്ലാതെ വേറെയുള്ള ഡ്രസ്സുകളൊന്നും ഇടാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണോ പോകേണ്ടത് അതോ എങ്ങനത്തെ സ്ഥലത്ത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഈ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മളുടെ ആ ഒരു നമ്മളുടെ ഉള്ളിലൊരു പ്രൊഫഷണലിനെയൊക്കെ ഉണർത്താനുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പങ്ക്ച്വൽ ആയിരിക്കണം, കറക്റ്റ് സമയത്തിന് എത്തണം. ഓറിയന്റേഷനൊക്കെ നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തിയില്ലെന്നുണ്ടെങ്കിൽ പലയിടത്തും പല പണിഷ്മെന്റ് ആണ്. ചില സ്ഥലങ്ങളിൽ അത് ഫണ്ണി ആക്കി എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറയും, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറയും, അങ്ങനെയൊക്കെ. ചില സ്ഥലങ്ങളിൽ അവർ ചിലപ്പോൾ നമ്മുടെ മാർക്കിൽ വല്ല കുറവോ, മാർക്ക് എന്ന് വെച്ചാൽ ഇത് അങ്ങനെയല്ല, നമ്മുടെ പോയിന്റ്സിൽ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ പോകുക. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉള്ളത്. എല്ലാ ദിവസവും 15 ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന പോലെ നമുക്ക് പോയിട്ട് വരാം. രാവിലെ തൊട്ട് വൈകുന്നേരം ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ കറക്റ്റ് സമയത്ത് പങ്ക്ച്വൽ ആയിരിക്കണം, അവിടെ കറക്റ്റ് സമയത്ത് എത്തണം. ഇതേപോലെ തന്നെ നമ്മുടെ ഡ്രസ് കോഡും ഒന്ന് ശ്രദ്ധിച്ചോളണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓറിയന്റേഷൻ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് രണ്ടും നമ്മൾ കിട്ടി അത് അപ്ലോഡ് ചെയ്യണം നമ്മുടെ സൈറ്റിൽ. അതിനുശേഷം മാത്രമേ നമുക്ക് ആർട്ടിക്കൽഷിപ്പിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും ആ വിൻഡോ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓറിയന്റേഷൻ്റെയും ITTയുടെയും സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് ഈ ഫിസിക്കലായിട്ട് തരുമല്ല ചെയ്യുന്നത്, ഓൺലൈനായിട്ട് നമുക്ക് ഡൗൺലോഡ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. അതാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓറിയന്റേഷൻ വെച്ചാൽ എന്താണ് എനിക്കെന്നുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ ആ +2 വരെ ജീവിച്ച സമയത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും എല്ലാ കോമ്പറ്റീഷൻസിലൊക്കെ ഒരുപാട് വട്ടം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ ഒരു എക്സ്ട്രോവേർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നടന്ന ഒരാളായിരുന്നു ഞാൻ. അവിടുന്ന് നമ്മുടെ CAയിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഒരു ഒറ്റപ്പെട്ട പോലെ ഫീലിംഗ് ആയിരുന്നു. കാരണം പഠിത്തം മാത്രം എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് പഠിത്തം മാത്രം ഒരു രീതിയിൽ ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോസ് തന്നെ ചെയ്യുന്നത്. അപ്പം പഠിത്തം മാത്രമായിട്ട് ഇരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു റിലീഫ് ആയിരുന്നു ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. കാരണം എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും അതായത് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഈ CAക്ക് വന്നതിന് ശേഷം എനിക്ക് പുതുതായിട്ട് ഫ്രണ്ട്സിനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഉള്ള ഫ്രണ്ട്സിനൊക്കെ അവർ പിന്നെ ബാക്കി കോളേജിൽ പോകുമ്പോൾ അവർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക എന്നുള്ളൊരു രീതിയാണ്. കാരണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. കൊറോണ ആയതുകൊണ്ട് പിന്നെ മൊത്തം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു റിലീഫായിരുന്നു ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പം ഓറിയന്റേഷൻ ചെന്നുകൊണ്ടാണ് ഇപ്പം എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പോലും എന്നെ വീണ്ടും വരുന്ന കോൺഫിഡൻറ്റ് ആക്കി മാറ്റിയത്. കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നാണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാരായിട്ട് നമ്മളങ്ങ് ജെല്ലായി പോകും. ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു ആ ഒരു ബാച്ചിൽ. ഇപ്പം ഞാൻ ചെയ്തിരുന്നത് കൊല്ലം ബ്രാഞ്ചിൽ തന്നെയായിരുന്നു, കൊല്ലം ICAയിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് എങ്ങനെ പോയാലും ഒരു 25 ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം അത്രയും പേരേ ഉള്ളൂ. സോ ആ ഒരു ഗ്രൂപ്പിലൂടെ നമ്മളങ്ങ് ജെല്ലാം. ആ ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ എന്തും ചെയ്യാൻ നമ്മളങ്ങ് മോൾഡായി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരെ മുമ്പിൽ കൊണ്ടുവന്ന് അവരങ്ങ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടിപ്പിക്കുക. അതേപോലെയാണ് കമ്മ്യൂണിക്കേഷൻ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓറിയന്റേഷന്റെ മെയിൻ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലാണ് അവിടുത്തെ എല്ലാം. നമുക്ക് സ്കിറ്റ് ചെയ്യണമെങ്കിലും സ്പീച്ച് പറയണമെന്നുണ്ടെങ്കിലും പ്രസന്റേഷൻ ചെയ്യണമെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടുത്തെ ബാക്കി ആൾക്കാരുടെ കൂടെ എന്തെങ്കിലും മലയാളത്തിൽ വേണമെങ്കിലൊക്കെ സംസാരിക്കാവുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഫോമൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഭയങ്കരമായിട്ട് കൂടും. അതായത് എല്ലാവരും വന്ന് ഈ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർ, അതായത് അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ ഇംഗ്ലീഷിനകത്ത് ഫ്ലുവൻ്റ് അല്ലാത്തവർ പോലും അവിടെ വന്ന് നിന്നിട്ട് നമ്മളങ്ങ് സംസാരിക്കുക. ഗ്രാമർ നമ്മൾ നോക്കാതെ അങ്ങ് സംസാരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിനോട്ട് അഡാപ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഗ്രൂമിങ് സെക്ഷൻ ആയിരുന്നു ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. എന്നെ വീണ്ടും എൻ്റെ പഴയ ആ ഒരു എല്ലാവരോടും മിങ്കിളായി നല്ലോണം സംസാരിക്കാനൊക്കെ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ഒരാളാക്കി വീണ്ടും മാറ്റിയത് ഓറിയന്റേഷൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഓറിയന്റേഷൻ്റെ ഗെയിംസ് നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരിങ്ങനെ ഓരോ ദിവസം ഓരോ ടാസ്കും ഗെയിംസ് ഒക്കെ തരും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ പുതിയ ഫാക്കൽറ്റീസും ട്രെയിനിങ് സ്റ്റാഫൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം നമുക്കിങ്ങനെ ഗെയിംസ് ഉണ്ടെന്നുള്ള കാര്യം. സോ അവർ ഒരു ദിവസം നമ്മൾ ഗെയിംസ് കളിപ്പിച്ചിട്ട് അതിൽ നമുക്ക് പോയിന്റ്സ് 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോ പോയിന്റ്സ് തരും ഓരോ ഗ്രൂപ്പിനും. അപ്പോൾ ആ പോയിന്റ്സ് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് ഈ 15 ഡേയ്സിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഏത് ടീമിനാണോ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ആ ടീമായിരിക്കും ചാമ്പ്യൻസ്. ആ ടീമിൽ ഒരു ലീഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലീഡറിനായിരിക്കും ആ ഒരു ദിവസം ഈ ICAയുടെ അതോറിറ്റി, അവിടെയുള്ള കൊല്ലം ബ്രാഞ്ചിന്റെ അതോറിറ്റി, ബാക്കി നമ്മുടെ ട്രെയിനിങ്ങിലുള്ള ഗ്രൂപ്പ് അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് മൈക്കിൽ നമ്മുടെ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിംസ് എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണായിരുന്നു. നമ്മുടെ ഒരുപാട് പേരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് കുറേ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവന്നു.
ആക്ടിങ് ചെയ്തു, പിന്നെ സ്കിറ്റായിരുന്നു ഞങ്ങളുടെയൊക്കെ മെയിൻ കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സ്കിറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒരു സ്കിറ്റ് ടാസ്ക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ഞങ്ങളുടെ ആ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര മാക്സിമം കോമഡി ആക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഫൺ പ്രോഗ്രാം ആയിരുന്നു. എല്ലാ ദിവസവും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമുക്ക് ഓറിയന്റേഷന് പോകാനായിട്ട്. കാരണം ഇന്നിനി എന്ത് ടാസ്ക്കാണ് വരാൻ പോകുന്നത്, ഇന്നിനി എന്ത് ഗെയിംസ് ആയിരിക്കും എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസിൽ പോയ പോലൊരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക്. അടിയും വഴക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ശരിക്കും നല്ലൊരു ആ ഒരു ഗെയിംസ് ആയിരുന്നു എല്ലാ ദിവസവും. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. അതായത് ഞാൻ ഇവിടെ നമ്മുടെ ICIയുടെ ബ്രാഞ്ചിൽ ഓറിയന്റേഷന് പോയ ഫസ്റ്റ് ദിവസം എല്ലാവരെയും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിരുത്തിയല്ലോ. അപ്പോൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിരുത്തിയിട്ട് അവരിങ്ങനെ പറഞ്ഞു തന്നു, നമുക്ക് ഇതേപോലെ ആയിരിക്കും, ചാമ്പ്യൻ ടീം ഉണ്ടായിരിക്കും, ലാസ്റ്റ് എല്ലാ ഇതും കൂടെ ആഡ് ചെയ്ത്. അപ്പോൾ ചാമ്പ്യൻ ടീമിലെ ലീഡർ ആയിരിക്കും ഇവിടെ ഇങ്ങനെ സാർ ഇങ്ങനെ പറയും, ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മൈക്കിൽ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം സംസാരിക്കാൻ അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, ആ ഒരു ഭാഗ്യം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ചുമ്മാ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ ലാസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഞങ്ങളുടെ ടീം ജയിച്ചു, എന്നിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തു. ആ സമയത്ത് എന്നെ ആ ടീമിലെ ലീഡറായിട്ട് പോലും സെലക്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പം തന്നെ ആ ആലോചിച്ച് നോക്കി ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞതും എൻ്റെ ഗ്രൂപ്പിലുള്ള ഇത്രയും പേരും കൂടെ എന്നെ തന്നെ ലീഡറായിട്ട് അങ്ങ് സെലക്ട് ചെയ്തു. അപ്പം ഞാൻ വെച്ചാൽ കൊള്ളാലോ, എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഗോഡ്സ് ബ്ലെസ്സിങ് എന്ന് പറയുന്ന പോലെ തന്നെ അവസാനം ഞങ്ങളുടെ ടീമാണ് ജയിച്ചത്. അത് വേറെ ടീമാണ് മുമ്പിൽ നിന്നത്. പക്ഷെ ഒരു 3/4 ഭാഗമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ടീം അവരെ ഓവർടേക്ക് ചെയ്ത് ഒരുപാട് പോയിന്റ്സിന് മുമ്പിൽ വന്ന് ലാസ്റ്റ് ഡേ ഞങ്ങൾ ചാമ്പ്യൻസ് ആയി. അതിൻ്റെ ട്രോഫീസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് ലീഡറായിട്ട് എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാനും പറ്റി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തൊരു ആദ്യത്തെ പോയിന്റ് ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു അത്. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് ആക്കി കൊണ്ടുവന്നൊരു പ്രോഗ്രാം ആയിരുന്നു ഓറിയന്റേഷൻ. അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് ആണ്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വീഡിയോയിൽ ഇവിടെ എവിടെയെങ്കിലും കാണിച്ചേക്കാം. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചേക്കാം നിങ്ങളെ. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഓറിയന്റേഷൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ കുറച്ച് നാളുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ ഒരുപാട് നല്ല നല്ല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പറ്റി. നമ്മുടെ ഉള്ളിലുള്ളൊരു കഴിവിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓറിയന്റേഷൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് ഞാൻ തരുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു Q&A വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റൻസ് എല്ലാം ആ വീഡിയോയുടെ താഴെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും താഴെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാ കമൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ക്ലിയർ ആയിട്ട് വീട്ടിൽ പറയും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഉറപ്പായിട്ട് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കുക, അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ബെല്ലൈക്കൺ വരെ, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.